ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ കാലമായല്ലേ കണ്ടിട്ട്. ഇപ്പോൾ വീഡിയോസൊന്നും ഇടലേ ഇല്ല. എന്തെല്ലോ തിരക്ക് കാരണമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഹോസ്പിറ്റലും കാര്യങ്ങളെല്ലാം ആയിട്ട് അങ്ങനെയും കുറച്ച് തിരക്കായി. പൃഥ്വിയുടെ കയ്യിലെ ഒരു ഞരവ് ബ്ലോക്കായിട്ട് 2-3 ദിവസം ഹോസ്പിറ്റലിലായിരുന്നു. പിന്നെ തെറാപ്പി കാര്യങ്ങൾ അങ്ങനെയെല്ലാം ആയിട്ട് അങ്ങനെയായിരുന്നു കുറച്ച് ദിവസം. ഇപ്പം കുറച്ച് ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ റെഡി ആയിട്ട് പോകുന്നത് പയ്യന്നൂരേക്കാണ്. നമ്മളെ അപ്പൂട്ടൻ്റെ ബർത്ത്ഡേക്ക് പോകുന്നതാണ്. പോകാൻ തീരെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിട്ടില്ല, പെട്ടെന്നെടുത്ത തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ ഇതാ പോകുന്ന വഴിയിൽ തെറാപ്പിയും കൂടെ ചെയ്തിട്ടാണ് പോകുന്നത്. സാധാരണ വീട്ടിൽ വന്നിട്ടാണ് രാത്രി ചെയ്യൽ. അപ്പോൾ ഇന്ന് നമ്മൾ പയ്യന്നൂരേക്ക് പോകുന്നത് കൊണ്ട് തന്നെ നമ്മൾ തെറാപ്പി പോകുന്ന വഴിയിൽ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ തെറാപ്പിയെല്ലാം കഴിഞ്ഞിട്ട് ഇതാ ഇവർക്ക് എന്തോ സ്നാക്സ് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതും വാങ്ങിയിട്ട് നമ്മൾ നേരെ പയ്യന്നൂരേക്ക് പോവുകയാണ്. പയ്യന്നൂരേക്ക് നമ്മൾ പോകുന്നത് ആർക്കും അറിയില്ല കേട്ടോ. അച്ഛന് മാത്രം അറിയാം. ഞാൻ അച്ഛനോട് മാത്രം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിന്. പിന്നെ ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് ചോദിച്ചിട്ട് പോകുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ, പോകാൻ പ്ലാൻ ചെയ്തിട്ടേ ഉണ്ടായിട്ടില്ല. പ്രതിയാടിന് സുഖമില്ലാത്തതുകൊണ്ട് നമ്മൾ വരൂലെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിന്. പിന്നെ എനിക്ക് എന്തോ ഒരു വിഷമം, ഏച്ചി നാട്ടിലല്ലോ, അപ്പം ഞാനും കൂടെ പോകാണ്ടെന്നാൽ പിള്ളേർക്കത് ഭയങ്കര വിഷമമായിരിക്കും തോന്നിയിട്ട് അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്തു. പ്രതിയുടെ മൻ എന്നാൽ പോവുക, കാർ ഓടിക്കാൻ പ്രശ്നമില്ല, ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കാറും എടുത്തിട്ട് നമ്മൾ പോവുകയാണ്. അന്ന് പിന്നെ സ്കൂളിൽ സ്പോർട്സ് ഡേ ആയതുകൊണ്ട് തന്നെ പിന്നെ മക്കൾ സ്കൂളിൽ പോയിട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. നമ്മൾ ഒരു രാവിലെയല്ല, ഉച്ച കഴിഞ്ഞാൽ പിന്നെയാണെന്ന് തോന്നുന്നു നമ്മൾ ഇറങ്ങിയത് കേട്ടോ. ഉച്ചക്ക് ഫുഡെല്ലാം കഴിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ ഒരു വൈകുന്നേരം സ്കൂൾ വിട്ട് പിള്ളേർ എത്തുന്ന ആ ഒരു ടൈമിലേക്കാണ് നമ്മൾ അവിടെ എത്തിയത്. പക്ഷേ അപ്പൂട്ടൻ ട്യൂഷന് പോയിട്ടുണ്ടാവും. ഓനെത്തുമ്പം 6-6:30 അപ്പോൾ ഓന് സർപ്രൈസ് കൊടുക്കാമെന്നുള്ള രീതിയിലാണ് നമ്മൾ പോയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ മിണ്ടാണ്ട് ഞാൻ വീഡിയോയിൽ എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ. അപ്പം അമ്മേൻ്റെ അനുവിൻ്റെ സൗണ്ട് പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടായിന്. പക്ഷെ നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് അവർ അറിഞ്ഞിട്ടുണ്ടായിന് കേട്ടോ നമ്മൾ വരുന്നതെന്നുള്ള കാര്യം. നമ്മളെ ഒരു കസിൻ നമ്മൾ വരുന്നത് വഴിയെന്ന് കണ്ടിട്ടുണ്ടായിന്. അപ്പോൾ അനുവിന് മെസ്സേജ് അയച്ചു കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ ഞാൻ വരുന്നുണ്ട് എന്ന്. അങ്ങനെ അവർക്ക് ഞാൻ വരുന്ന സൂചന കിട്ടിയിട്ടുണ്ടായിന്. അതുകൊണ്ട് അവർ സർപ്രൈസ് ആയിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ എന്തായാലും നമ്മളിവിടെ എത്തി. പിന്നെ ബർത്ത്ഡേക്ക് അങ്ങനെ ഭയങ്കര പരിപാടിയൊന്നുമില്ല, ആരും ഇല്ലല്ലോ, നമ്മളും വരൂല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അച്ഛൻ ചെറിയൊരു കേക്ക് വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. പിന്നെ ബിരിയാണിയും വാങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതാ നമ്മൾ വീട്ടിലേക്ക് എത്തി. അപ്പോൾ നമ്മളെ കണ്ടപ്പാട് അനു പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടില്ലേ അവർ വരുന്നു, ഞാൻ പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അനുവിന് നേരത്തെ മെസ്സേജ് കിട്ടീനല്ലോ. അങ്ങനെ ഇതാ എത്തി നോക്കിയിട്ട് അമ്മേനോട് പറയാം എന്നിട്ടാ, ഞാൻ പറഞ്ഞിട്ടില്ലേ ആൻറ്റി വരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കലായിരുന്നു. അമ്മ എന്തോ ഇത് മുരിങ്ങയിലയില്ലേ, അത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കലാന്ന് കേട്ടോ. അതാണ് അവിടെ മൊത്തം മുരിങ്ങയിലേൻ്റെ തണ്ട് കാണുന്നത്. അപ്പോഴത്തേക്ക് ഇതാ ഏച്ചി ഫോൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏച്ചിയോട് പറയുകയാണ്, ഇതാ ഇവർ പറയാണ്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഏച്ചിയോട് പറയുവാണ്. പിന്നെ ഇതായിരിക്കും വേണ്ടി അമ്മമ്മക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഞാൻ. അമ്മമ്മ കുളിക്കുന്നുണ്ടായിനി. അപ്പോൾ അമ്മമ്മ വരുമ്പോൾ അമ്മമ്മക്ക് സർപ്രൈസ് കൊടുക്കുക. കണ്ട, കുളി കഴിഞ്ഞ് വരുന്ന വേഷത്തിലാണ് അമ്മമ്മ. അപ്പോൾ ഇതെപ്പോൾ വന്നു എന്ന് ചോദിച്ചിട്ട് അമ്മമ്മ പറയുകയാണ് കേട്ടാ. പിന്നെ ഇതാ വന്നപാട് പൃഥ്വിയുടെ കൈയെല്ലാം പിടിച്ചിട്ട് നോക്കുവാന്ന്, എങ്ങനെയുണ്ട്, കുറവുണ്ടോ എന്നെല്ലാം പറഞ്ഞിട്ട് കൈയെല്ലാം പിടിച്ചിട്ട് നോക്കുവാന്ന് കേട്ടാ. അപ്പോൾ പൃഥ്വിയുടെ കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആയിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞ് സമാധാനിപ്പിക്കുവാണ്. ഫോൺ വിളിച്ചിട്ട് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ പൃഥ്വിയുടെ ഹോസ്പിറ്റലാണ് ഇങ്ങനെയാണ് എന്നെല്ലാം അറിഞ്ഞേരം എല്ലാവർക്കും മൊത്തത്തിൽ ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെ പിന്നെ വീട്ടിലെത്തിയപ്പാട് എനിക്ക് എൻ്റെ ഡ്യൂട്ടികളെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബർത്ത്ഡേ ആയതുകൊണ്ട് അമ്മ പറഞ്ഞു, നിങ്ങൾ വന്നതല്ലേ അതുകൊണ്ടൊരു പായസം ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പരിപ്പ് പായസം വെക്കാൻ പോവാന്ന് കേട്ടോ. പരിപ്പ് പ്രഥമൻ. അപ്പോൾ പിന്നെ ഓണത്തിന് വാങ്ങിക്കൊണ്ടുവച്ചതാണ്, പക്ഷേ ആക്കിയിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ പിന്നെ എന്തായാലും ഇതാ ഞാൻ പരിപ്പ് വറുത്ത് വേഗം പായസം ഉണ്ടാക്കാൻ പോവാണ്. നമ്മൾ അപ്പൂട്ടൻ 6:30 ആകുമ്പോഴത്തേക്ക് എത്തും. അപ്പോഴത്തേക്ക് പായസം എല്ലാം ആക്കിയിട്ട് റെഡിയാക്കി വെക്കണം അപ്പൂന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ പരിപ്പ് വറുത്തുകൊണ്ടിരിക്കുവാണ് കേട്ടോ. പിന്നെ തേങ്ങാപ്പാൽ ഇപ്പോൾ തേങ്ങ ക്ഷാമം ആയതുകൊണ്ട് തന്നെ കുറച്ച് തേങ്ങയും പിന്നെ കുറച്ച് നമ്മളെ സാധാ മിൽമേൻ്റെ പാലും കൂടി ഒഴിച്ചിട്ട് വന്നിട്ട് ഞാൻ ആക്കിയിട്ടുണ്ടായിന്. പക്ഷേ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല, നല്ല ടേസ്റ്റെല്ലാം ഉണ്ടായിരുന്നേ. അങ്ങനെ പായസമെല്ലാം ആക്കി വെച്ചിട്ട് ഞാനിത് അപ്പൂട്ടന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അമ്മ അപ്പൂട്ടനെ കൂട്ടാൻ പോയിട്ടുണ്ട്. ഇവിടെ എത്താനാകുമ്പോൾ അമ്മ മിസ് കോൾ തരാമെന്ന് പറഞ്ഞിട്ട് അമ്മ മിസ് കോൾ തന്നിട്ട് ഞാനിങ്ങനെ ഫോണും ഓൺ ചെയ്തിട്ട് ഇങ്ങനെ കുറേ സമയം വെച്ചു കേട്ടോ. അപ്പൂട്ടൻ വരുന്നതും നാടെ എത്തിയിട്ട് നമ്മളെ പെട്ടെന്ന് കാണുമ്പോൾ സർപ്രൈസ് ആവുന്നതും എല്ലാ വീഡിയോയും ഞാൻ എടുത്തതാണ്. പക്ഷെ എൻ്റെ ഫോണിന് ഇപ്പോൾ ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. ഞാൻ എടുത്തു കഴിഞ്ഞ വീഡിയോസ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചില വീഡിയോസ് എൻ്റെ ഫോണിൽ കാണുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എല്ലാം എടുത്ത് വെച്ച് ഞാൻ രാത്രിയാകുമ്പോൾ നോക്കുമ്പോഴത്തേക്കാണ് ആ വീഡിയോ ഇതിൻ്റെ അകത്ത് കാണുന്നില്ല. ഏച്ചിക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഏച്ചി അപ്പൂന് സന്തോഷമായോ എന്നെല്ലാം ചോദിച്ചിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ടായിന്. അപ്പം ഞാൻ വിചാരിച്ചു ആ വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോഴത്തേക്ക് ആ വീഡിയോ കാണുന്നില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി അതെൻ്റെ ഫോണിൽ നിന്ന് പോയിന്ന്.
ഞാൻ ഫുള്ള് റെക്കോർഡ് ചെയ്തു എനിക്ക് ഞാൻ കറക്റ്റ് നോക്കിക്കൊണ്ട് തന്നെയാണ് റെക്കോർഡ് അല്ലേന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടതിനെ. പക്ഷെ എന്താ പറ്റിയെന്ന് അറിയില്ല. അത് കറക്റ്റ് ഓൻ വരുന്നത് വരെയുള്ളത് ഉണ്ട്. വരുന്നത് പറഞ്ഞാൽ ഇറയത്തോൻ എത്തുന്നത് വരെയുണ്ട്. അത് നമുക്ക് ക്യാമറയിൽ കിട്ടൂലല്ലോ. പക്ഷെ സൗണ്ട് ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷെ ഓൻ ഈ അകത്തേക്ക് കടന്ന് ബാഗെല്ലാം കൊണ്ടച്ച് തിരിയുമ്പോഴാണ് നമ്മളിവിടെ ഇരിക്കുന്നത് കണ്ടത് കേട്ടോ. പക്ഷെ ആ സീൻ മിസ്സായിപ്പോയി. അതായിരുന്നു വേണ്ടത്. പറഞ്ഞിട്ട് കാര്യമില്ല, പോയത് എന്തായാലും നമുക്ക് കിട്ടൂലല്ലോ. അപ്പോൾ അമ്മമ്മ ഇതാ കിടന്ന് പിന്നെ ഫുള്ള് സീരിയൽ തന്നെയാണ് കേട്ടോ. സന്ധ്യ ആയി കഴിഞ്ഞാൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥനയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് സീരിയൽ അങ്ങനെ ഇതാ വീഡിയോ വന്നിട്ടില്ല എന്ന് ഞാൻ പറയുകയാണ് കേട്ടോ. ഞാൻ ചേച്ചിക്ക് അയച്ചെടുക്കാൻ നോക്കുമ്പോഴത്തേക്ക് വീഡിയോ വന്നിട്ടില്ല. അതിൻ്റെ സങ്കടത്തിലാണ് ഞാൻ. പിന്നെ വേണമെങ്കിൽ വീണ്ടും ഒന്ന് അഭിനയിപ്പിക്കായിരുന്നു, പക്ഷേ അത് ശരിയല്ലല്ലോ. അങ്ങനെ നപ്പൂട്ടൻ വന്നിട്ട് ഇതാ കുളിക്കാൻ കയറിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇതാ പായസം എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തണിയാൻ വേണ്ടി ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടായിന്. നല്ല പായസമായിരുന്നു കേട്ടോ. എനിക്ക് പിന്നെ പായസമായാലും ചായ ആയാലും എല്ലാം നല്ല ചൂടോടുകൂടി കുടിക്കണം. അങ്ങനെ ഞാൻ എന്തായാലും ഇത് നല്ല ചൂടോടുകൂടി ഒരു ഗ്ലാസ് പായസം എടുത്തിട്ടുണ്ട്. അങ്ങനെ പായസവും കുടിച്ചിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മൾ അപ്പൂട്ടൻ പിന്നെ കുളിയും കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കേക്ക് കട്ട് ചെയ്യണം. കേക്ക് കട്ട് ചെയ്യണമെങ്കിൽ അച്ഛൻ വരണം. അച്ഛൻ വരുമ്പോഴാണ് കേക്ക് കൊണ്ടുവരിക. അച്ഛൻ മേണിക്കാന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ വരുമ്പോൾ വാങ്ങിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഒന്നും വാങ്ങിയിട്ടുണ്ടായില്ല. ഞാൻ പറഞ്ഞില്ലേ പിന്നെ ഗിഫ്റ്റെല്ലാം അന്നേ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡ്രസ്സാണ് സ്കൂളിൽ പോകുമ്പോൾ ഇട്ടിട്ടുണ്ടായത്. അത് പക്ഷേ വീഡിയോയിൽ കിട്ടിയിട്ടില്ല കേട്ടോ. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞത് നല്ല അടിപൊളി ഷർട്ടെല്ലാം എടുത്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യലാണ്. അപ്പോൾ ഇതാ അനു രാവിലെ കൊടുത്ത ഗിഫ്റ്റ് എനിക്ക് കാണിച്ചു തരുവാന്ന് കേട്ടോ. ഏച്ചി എനിക്ക് തന്നതാണ് 2 മോതിരം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ഗിഫ്റ്റെല്ലാം കാണിച്ചു തന്നു. അപ്പോഴത്തേക്ക് പിന്നെ അച്ഛൻ കേക്കുമായിട്ട് എത്തി. പിന്നെ വേഗം നമ്മൾ കേക്ക് കട്ട് ചെയ്തു കേട്ടോ. വേഗം കേക്ക് കട്ട് ചെയ്ത് ഫുഡും കഴിച്ചിട്ട് കിടന്നുറങ്ങണം. നമുക്ക് പിറ്റേ ദിവസം രാവിലെ പോകാനുള്ളതാണ്. മക്കളെ സ്കൂളിൽ വിടണം. അപ്പോൾ യൂണിഫോമും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് തന്നെയാണ് വന്നിട്ടുണ്ടായിന്. നേരെ അവരെ സ്കൂളിലേക്ക് കൊണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. പൃഥ്വിയേട്ടൻ പണിക്ക് പോയി തുടങ്ങിയിട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ട് പോയാൽ മതി. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ രാവിലെ ഇറങ്ങലുണ്ട് കേട്ടോ. പൃഥ്വിയേട്ടന് പണിക്ക് പോകണമെങ്കിൽ നമുക്കൊരു 8 മണിയാകുമ്പോഴത്തേക്ക് എന്തായാലും നാട്ടിലെത്തണം. അപ്പോൾ രാവിലെ ഇറങ്ങും. ഇതാകുമ്പോൾ മക്കൾ ആ ഒരു 9:30 ആകുമ്പോഴത്തേക്ക് സ്കൂളിലെത്തിച്ചാൽ മതിയല്ലോ. അതുകൊണ്ട് കുറച്ച് മല്ലി ഇറങ്ങിയാൽ മതി. ചായയെല്ലാം കുടിച്ചിട്ട് മല്ലി ഇറങ്ങിയാൽ മതി. എന്നാലും വേഗം കിടക്കണമല്ലോ. അങ്ങനെ തന്നെ ഇതാ ഒരു കുഞ്ഞി കേക്ക്, സാധാരണ നോർമൽ ഒരു കുഞ്ഞി കേക്കാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിന്. അങ്ങനെ കേക്കെല്ലാം കട്ട് ചെയ്ത് പിന്നെ ഏച്ചീനെ വീഡിയോ കോളിൽ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കേക്ക് കട്ടിങ്ങും കാര്യങ്ങളെല്ലാം വീഡിയോ കോളിൽ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളും കൂടെ പോയതുകൊണ്ട് കുറച്ചും കൂടെ സന്തോഷമായി അവർക്ക്. ഇല്ലെങ്കിൽ അവർ മാത്രമല്ലേ വിളിച്ച് ചോദിച്ചുകൊണ്ട് നിൽക്കും കേട്ടോ ഇടയ്ക്കിടയ്ക്ക്, ആൻറ്റി വരുമോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞില്ല, വരൂല, വർക്കിംഗ് ഡേ ആയതുകൊണ്ട് എന്തായാലും വരൂല എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിന്. പിന്നെ അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ പൃഥ്വിയേട്ടന് ഇങ്ങനെ കൈക്ക് പ്രശ്നം വന്നതും പണിക്ക് പോകാൻ പറ്റാണ്ടായതും. പിന്നെ കറക്റ്റ് ആ ദിവസം സ്പോർട്സ് ഡേ ആണ്. എല്ലാം കൊണ്ടും അന്ന് പോകാനുള്ളൊരു സാഹചര്യം കിട്ടിയതുകൊണ്ട് പിന്നെ അന്ന് എന്തായാലും പോകാൻ പറ്റി. അതുകൊണ്ട് അപ്പൂട്ടന് ഭയങ്കര ഹാപ്പിയായി കേട്ടോ. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാൽ നമ്മൾ അനുവിൻ്റെ ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിന്. അന്നും വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വരൂല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷെ അന്നും പോകേണ്ട ഒരു സാഹചര്യം വന്നു. അമ്മക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അങ്ങനെ അമ്മേനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയതുകൊണ്ട് അനുവിൻ്റെ ഡാൻസിനും കൂടെ പോകാൻ പറ്റി. അപ്പോൾ അതിൻ്റെ വ്ളോഗ് ഞാൻ എടുത്തിട്ടുണ്ടായിട്ടില്ല കേട്ടോ. ഡാൻസിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. പക്ഷെ അത് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടും. അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. ഇത് പിന്നെ പിറ്റേ ദിവസം രാവിലെ, പിന്നെ രാത്രി ബിരിയാണി കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല. പിറ്റേ ദിവസം രാവിലെ എണീറ്റു പോവാൻ റെഡിയാകുവാന്ന് കേട്ടോ. അങ്ങനെ ഒരുങ്ങി പിള്ളേരെല്ലാം കുളിപ്പിച്ച് യൂണിഫോമെല്ലാം ഇട്ട് കൊടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നേരെ പോകുമ്പോൾ സ്കൂളിൽ വിടുകയേ വേണ്ട കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മളിതാ ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോവുകയാണ്. പിന്നെ എപ്പോഴും നമ്മൾ വീട്ടിലേക്ക് പോകുമ്പം ഇവിടുന്ന് നിറച്ചും സാധനങ്ങൾ തന്നേക്കും കേട്ടോ. ഇങ്ങോട്ട് വരുമ്പം കയ്യും വീശിയിട്ടാണ് വരിക. പക്ഷെ അങ്ങോട്ട് പോകുമ്പം എപ്പോഴും എന്തെങ്കിലും ഇങ്ങനെ സാധനങ്ങൾ തന്നേക്കും. അച്ഛൻ പിള്ളേർക്ക് സ്നാക്സും അതേപോലെ പച്ചക്കറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മ അത് എല്ലാം എടുത്തു വെച്ച് തരും. പിന്നെ എന്താണ് അരി, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം പിന്നെ തരും. ഇപ്രാവശ്യം ഞാൻ പറഞ്ഞ അരി ഉണ്ട് വീട്ടിൽ, വേണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അരിയൊന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല. എന്നാലും ഉണ്ടാവും എന്തെങ്കിലും എല്ലാ ഐറ്റംസും നമ്മളെ കാറിൻ്റെ ഡിക്കീൻ്റെ അകത്ത് വെക്കാൻ വേണ്ടിയിട്ട് തരും കേട്ടോ. പിന്നെ അതാ വണ്ടി നമ്മൾ ഇപ്പുറത്തെ വീട്ടിലാണ് വെക്കൽ. അങ്ങനെ നമ്മൾ വണ്ടി എടുത്തിട്ട് നേരെ നമ്മൾ ചുഴലിയിലേക്ക് പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൊരു കുഞ്ഞ് ബർത്ത്ഡേ വിശേഷം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വ്ളോഗും ഒരു ബർത്ത്ഡേ വിശേഷം തന്നെയാണ്. നമ്മളെ കുട്ടാപ്പീൻ്റെയും മാളുവിൻ്റെയും ബർത്ത്ഡേ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.